അപ്പോൾ രാത്രി എന്താ സിമ്പിളായിട്ടൊരു ഡിന്നർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഓണാക്കി വെച്ചിട്ട് കുറേ സമയമായി കേട്ടോ. പക്ഷേ റീൽസ് നോക്കി നോക്കി എൻ്റെ സമയം പോയി. ഞാൻ ചടപടാന്ന് വേഗം കടയിൽ പോയിട്ട് ചിക്കൻ മേടിച്ചു കേട്ടോ. രാത്രി ആയതുകൊണ്ട് ഫ്രഷ് ചിക്കനൊന്നും കിട്ടിയില്ല, ഫ്രോസൺ ചിക്കനായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ 2 മണിക്കൂർ എടുത്തു കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് കുക്കറിലാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഒറ്റ വിസിലിൽ കറി റെഡി ആവുമല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ്, ആ ചിക്കൻ കറിയിലത്തെ ഉരുളക്കിഴങ്ങ് എടുത്തു കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മൾ സാധാരണ കറികളിൽ ചേർക്കാറുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാകുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു വേഗം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. സാധാരണ മാവ് കുഴയ്ക്കാനാണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം. കുഴച്ച് കഴിഞ്ഞ് ഇതുപോലെ പരത്തി ചുടാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നാറ്. അപ്പോഴേക്കിതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഞാനിതാ ടേസ്റ്റൊക്കെ നോക്കുകയാണ് കേട്ടോ. പൊതുവേ എപ്പോഴുള്ളൊരു കാര്യമാണ് ഈ ചിക്കൻ കറിയോ മട്ടൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 2-3 പ്രാവശ്യം ടേസ്റ്റ് നോക്കുക എന്നുള്ളത്. അപ്പോഴേക്കിതാ മല്ലിയിലേക്ക് ഇട്ടു. നമ്മുടെ ഡിന്നർ റെഡിയായി. അപ്പോൾ വേഗം കഴിയും.